യേശുക്രിസ്തുവിനെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ കണ്ടെത്തും. യേശുക്രിസ്തുവിനെ ഭക്തന്മാർ മതത്തിൽ കണ്ടെത്തുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമക്കൾ അവരിൽ തന്നെ കണ്ടെത്തും. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിനെ, അവരവരിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന പദത്തിന്റെ ചുരുക്കത്തിലെ അർത്ഥം. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കുവാനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ല. ദൈവം എന്നിൽ വസിക്കുന്നു, ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. നമ്മളിലുള്ള ക്രിസ്തുവിനെ നാം കണ്ടെത്തുക, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. നമുക്കറിയാം, ദൈവം ആദമിനെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നോഹയെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അവരെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ദൈവം നോഹയെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്നാണ് കാണുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ അനുഗ്രഹിക്കും. അതായിരുന്നു കർത്താവിന്റെ വാഗ്ദത്തം. അപ്പം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, വാഗ്ദത്തങ്ങൾ നൽകിയ അബ്രഹാം. അപ്പൊ വാഗ്ദത്തം പ്രാപിച്ചവനെ അബ്രഹാം, അനുഗ്രഹം പ്രാപിച്ച ആദാം, അനുഗ്രഹം പ്രാപിച്ച നോഹയും മക്കളും. എന്നാൽ അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചു. അപ്പോൾ ഈ വാഗ്ദത്തം നമുക്കുള്ളതാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. അതായത് വാഗ്ദത്വം നമുക്കുള്ളതാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്കുള്ളതാണ്, വാഗ്ദത്വം നമുക്കുള്ളതാണ്. അബ്രഹാമിന്റെ ദൈവം വാഗ്ദത്തങ്ങൾ നൽകി. വാഗ്ദത്വം പ്രാപിച്ചവൻ അബ്രഹാം. ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയവനായ അബ്രഹാം പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടിറങ്ങിയ അബ്രഹാമിന്റെ കൂടെ ലോത്തുണ്ട്. എന്നാൽ ഇടയന്മാർ തമ്മിൽ ഉണ്ടായ പിണക്ക നിമിത്തം അവർ തമ്മിൽ വേർപിരിയുന്നതായിട്ട് കാണാൻ കഴിയും. ലോത്ത് ആ പ്രദേശത്തുള്ള ഏറ്റവും നീരൊഴുക്കുള്ള യോർദാന്റെ കിഴക്കുള്ള സ്ഥലം കണ്ടെത്തുകയും അങ്ങോട്ട് ലോത്ത് യാത്ര ചെയ്യുകയും ചെയ്തു. ദൈവം ഒറ്റപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: നീ തല ഉയർത്തി. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തില് അതിന്റെ 14-ഉം 15-ഉം വാക്യം: നീ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. 15-ാം വാക്യം: നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് ദൈവജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായി ദൈവജനം അവര് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ അവർക്ക് മുന്നോട്ടും പോകാൻ കഴിയുന്നില്ല, പുറകോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ. മുൻപോട്ട് പോകണമെങ്കിൽ ചെങ്കടൽ തടസ്സമായി നിൽക്കുന്നു, പുറകോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഫറവോന്റെ സൈന്യം അവരെ എതിർത്തു വരികയാണ്. അപ്പോൾ അവിടെ മോശ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: യഹോവ വരുത്തുന്ന രക്ഷയെ ഇന്ന് കണ്ടുകൊള്ളു, ഇന്ന് കാണുക. അപ്പൊ കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കാണുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം കൂടെ കൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം നിനക്ക് സന്തതിയെ തരും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ജാതിയാക്കുമെന്ന് ദൈവം കൂടെ കൂടെ അബ്രഹാമിനോട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയുന്നത് നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്ക്. എന്നാൽ അബ്രഹാം കണ്ട ഭൂമി അല്ല അവന് ശാശ്വതമായി ലഭിച്ചത്, അവനും അവന്റെ സന്തതിക്കും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതി ആകണമെങ്കിൽ നമ്മൾ അബ്രഹാമിന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത് അബ്രഹാം കണ്ട ദേശത്തിന് അവകാശികളായിരിക്കും. നമ്മൾ ആ ഭൂമിയുടെ അവകാശികളല്ല. നമ്മള് ലോകത്തിന്റെ പല ഭാഗത്ത് ചിതറിപ്പാർക്കും, നമ്മൾ ആ ഭൂമിയുടെ അവകാശികൾ. എന്നാൽ അബ്രഹാം കണ്ടത് ആരെയാണ്? അബ്രഹാം കണ്ടത് ഭൂമിയല്ല. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം: നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, അബ്രഹാം തല ഉയർത്തി നോക്കിയത് നിലത്തെ അല്ല, അബ്രഹാം തല ഉയർത്തി നോക്കിയത് ഭൂമിയല്ല. അബ്രഹാം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും അവൻ തല ഉയർത്തി നോക്കിയത് ക്രിസ്തുവിനെ കണ്ടു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തുവിനെ, അതെ, നീ കാണുന്നത് നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം:
അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്, അത് ക്രിസ്തു. അപ്പോൾ അബ്രഹാം കണ്ടത് ക്രിസ്തുവിനെയാണ്, കണ്ടത് ദൈവം അബ്രഹാമിന് നൽകി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മള് പലപ്പോഴും നമ്മൾ ഈ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോ വിശ്വാസത്തെ ചിലത് കാണും, ഇത് നടക്കുന്നതായി കാണും, അത് സംഭവിക്കുന്നതായി കാണും, അത് ലഭിച്ചതായി കാണും, ഒക്കെ നമ്മൾ അത് പണിയുന്നതായി കാണും, അത് നമ്മുടെ പേരിൽ നമ്മൾ കാണും, വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്താം. പക്ഷേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കണ്ടത് നിലത്തെ അല്ല, വസ്തുവകകളെയല്ല, അതിനപ്പുറമായി അവൻ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവിനെ കണ്ടാലുള്ള ഗുണം എന്താ? ആമേൻ. അതായത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ദർശനം കാണേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ ഒരു വ്യക്തി കാണുമ്പോൾ ക്രിസ്തുവിനെ ലഭിച്ചവനും സകല അനുഗ്രഹവും അവന്റേതായി കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ കാണുകയാണെങ്കിൽ ക്രിസ്തുവിനെ കാണും, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ നോക്കണം, നിങ്ങൾ പ്രാപിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ആവശ്യത്തിന് മുമ്പിലായിരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ വിടുതൽ, നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ ജയം ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ കാണുക, നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിനെ കാണുക, നിങ്ങളുടെ സൗഖ്യം ക്രിസ്തുവിലുണ്ട്, നിങ്ങളുടെ വിടുതൽ ക്രിസ്തുവിലുണ്ട്, നിങ്ങളുടെ ഉയർച്ച ക്രിസ്തുവിലുണ്ട്, നിങ്ങളുടെ സമൃദ്ധി ക്രിസ്തുവിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ എവിടെയോ എന്തോ ചിലതൊക്കെ ലഭിക്കാനായിട്ട് എന്തിനെയൊക്കെയോ എവിടെയൊക്കെയോ നോക്കി നിങ്ങളുടെ നാളുകളെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മഹത്വത്തെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അനുഗ്രഹത്തെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുക. അവിടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തരും. You are perfect in Christ. നിങ്ങൾ ക്രിസ്തുവിൽ സമ്പൂർണ്ണരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അനുഗ്രഹിക്കപ്പെടണോ? ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക. ഹല്ലേലൂയ. ഉയർച്ച പ്രാപിക്കണമോ? ക്രിസ്തുവിലേക്ക് നോക്കുക. അവനിലാണ് നിങ്ങളുടെ സകല അനുഗ്രഹങ്ങളും. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ കാണുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങളും ലിമിറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ക്രിസ്തുവാകുന്ന അനുഗ്രഹത്തെ കണ്ടെത്തുന്നത്, അൺലിമിറ്റഡ്. അതായത് ഞാൻ പറയാം, ഈ ഭൂമിയിൽ ജീവന് വേണ്ടിയുള്ളത് മുഴുവൻ ക്രിസ്തുവിലുണ്ട്. അതെ, നിത്യതയ്ക്ക് ഭക്തിക്ക് വേണ്ടുന്നതെല്ലാം ക്രിസ്തുവിലുണ്ട്. ആകയാൽ നോക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കുക, കാണുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കാണുക, പ്രാപിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ പ്രാപിക്കുക. അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ, ആരോടും തുലനം ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹത്തിന്റെ പടവുകൾ കയറി ഉന്നതമായ ജീവിത നിലവാരത്തിലേക്കായി തീരാനായിട്ട് ക്രിസ്തുവിലായി തീരുക. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടെത്തുക, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുക. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ വാഴുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അവരിലെ ക്രിസ്തുവിനെ കണ്ടെത്തി ജയാളികളായി മുന്നോട്ട് പോകാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.